വൈവിധ്യമാർന്ന രുചിക്കൂട്ടുമായി നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം പാചക മാന്ത്രികൻ പഴയിടം മോഹൻ നമ്പൂതിരി ഉണ്ട്. തിരുമേനി, ഇത് മൂന്നാമത്തെ ദിവസമാണ് അത്തം ചിത്തിര ചോതി. അപ്പൊ ഈ ചോദ്യത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന പുതിയ വിഭവം? ഇന്ന് നമ്മളൊരു എരിശ്ശേരിയാണ്. ചേന മത്തങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു എരിശ്ശേരി. അത് സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 4 കറി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആ 4 കറി എന്നുള്ള കൺസെപ്റ്റിൻ്റെ അകത്ത് ഉള്ള ഒരു വിഭവമാണ് എരിശ്ശേരി. അത് കാളൻ, ഓലൻ, എരിശ്ശേരി, പിന്നെ ഇഞ്ചി തേരും, പിന്നെ ഒരു പായസം ആകുമ്പോൾ 4 കറി എന്നുള്ള കൺസെപ്റ്റ് അത് കഴിയും. അതാണ് പണ്ടത്തെ കാലങ്ങളിൽ അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണ വിഭവങ്ങളിൽ ഒരെണ്ണമാണ് എരിശ്ശേരി. നമുക്ക് ഒരു എരിശ്ശേരി ചേനയും മത്തങ്ങയും കൂടെ കൂടിയുള്ള എരിശ്ശേരിയാണ്. ചേനയും മത്തങ്ങയും കൂടി എരിശ്ശേരി വയ്ക്കാം, ചേനയും കായും കൂടി എരിശ്ശേരി വയ്ക്കാം, പിന്നെ മത്തങ്ങയും പയറും കൂടി എരിശ്ശേരി വയ്ക്കാം, പാവയ്ക്കാൻ പടവലങ്ങ, എന്ത് സാധനം കൊണ്ടുകൊണ്ട് എരിശ്ശേരി വയ്ക്കാം, സബോള ഒരുപാട് എന്ത് സാധനങ്ങളും കൊണ്ട് എരിശ്ശേരി വയ്ക്കാം. പക്ഷേ നമ്മളിവിടെ ചേന മത്തങ്ങയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. പൊതുവെ തൃശ്ശൂർ ഏരിയകളിലൊക്കെ ചേനയും കായും കൂടെ കൂടിയാണ് എരിശ്ശേരി വയ്ക്കാറ്. നമ്മൾ ചേന മത്തങ്ങ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കുകയാണ്. കുക്കറിൽ വേവിച്ച് അതിൻ്റെ അകത്ത് നാളികേരം അരച്ച് ചേർത്ത് നല്ലോണം ബോയിൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഉരുളിക്കകത്ത് നാളികേരം വറക്കുന്നുണ്ട്, അതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കഴിയുമ്പോൾ പണി കഴിയും. ഇത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യം. നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എടുക്കാം അല്ലേ? ചേന മത്തങ്ങ മാത്രമേ ഉള്ളൂ, 2 കഷ്ണമേ ഉള്ളൂ. അപ്പോൾ എളുപ്പം പണി കഴിയും. കുക്കറിലാകുമ്പോൾ വളരെ പെട്ടെന്ന് കഴിയും. അപ്പോൾ ചേന ഇട്ടു, കഴുകി വെച്ച ചേനയാണേ. മത്തങ്ങ നമ്മളിതിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാന്നാണ്. വെള്ളം ചേർക്കണം. ഞാനിത് ഹെൽപ്പ് ചെയ്യാം. ഒഴിച്ചോളൂ. അളവ് പറയണേ. ഒഴിച്ചോളൂ. പറയാം. കഷ്ണം പൊടി വെള്ളമാണ്. ഏത് സാധനം വേവിക്കാൻ വെച്ചാലും കഷ്ണം പൊടി വെള്ളം മതി. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ചേന ഇട്ടു, മത്തങ്ങ ഇട്ടു. ഇനി ലേശം മഞ്ഞപ്പൊടി കുറച്ച് മതി. കാരണം റെഡ് കളറോട് കൂടി ഒരു ബ്രൗൺ നിറമാണ് എരിശ്ശേരിയുടെ ഒരു കളർ വരിക. അപ്പം അതിന് മഞ്ഞപ്പൊടി ചേർത്താൽ ആ കളർ വരില്ല. മുളക് പൊടി ഇട്ടു. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊന്നും സ്പൂണില്ല കേട്ടോ, എല്ലാവരും അളവാണ്. ഇതല്ല, അതുകൊണ്ട് 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇത് കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി. ഉപ്പ് പാകത്തിന് 3 സ്പൂൺ. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഇത്തിരി കരിവേപ്പില ഇടും. ഓക്കെ, ലേശം വെളിച്ചെണ്ണ കഴിക്കും. എല്ലാം ഇപ്പൊ തന്നെ ചെയ്യല്ലേ? കുറച്ച് ഇതിപ്പോൾ ഇത്ര ടിപ്സാണ്. ശരിക്കും സമയം കൂടുതലെടുക്കാൻ നാളികേരം വറക്കാനാണ്. അപ്പോൾ നമ്മൾ കഷ്ണം വേകുമ്പോഴത്തേക്കും നമുക്ക് നാളികേരം വറുത്ത് തീർക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഈ ഫുഡിനെല്ലാം നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നല്ല വെളിച്ചെണ്ണ വേണമല്ലേ? നല്ല വെളിച്ചെണ്ണ. അത് കേരളീയർക്ക് ഉള്ളു, പക്ഷേ കേരളം വിട്ടാൽ വെളിച്ചെണ്ണ കുറവാണ്. നോർത്ത് ഇന്ത്യൻസ് ഒന്നും അങ്ങനെ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല. തമിഴ്നാട്ടിലും പോലും ഇല്ല. നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാണ്ട് പറ്റത്തില്ല. ഉഴുന്നുപരിപ്പാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉഴുന്നിടുക. ഇത് നമ്മൾ താളിക്കുന്ന പോലെയാണ് അതോ അത് നാളികേരം നമ്മൾ വറക്കണമല്ലേ? അപ്പൊ നാളികേരം വറക്കുന്ന കൂട്ടത്തിൽ ചെയ്തിടുന്നല്ലേ? നാളികേരം വറക്കുന്നതിന് മുമ്പ് അല്ല, പിന്നെ നമുക്ക് ഇത് മൂപ്പിക്കാൻ സമയമില്ല. കാരണം ഇതിപ്പോൾ ഇതിന്റെ പ്രോസസ്സ് തീരുമ്പോൾ അറിയാം. പിന്നെ നമുക്ക് മൂപ്പിക്കാനൊരു അവസരം കിട്ടുന്നില്ല. ആദ്യം തന്നെ ഇനി പാചകം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ ഇഷ്ടം പോലെ പറ്റിയിട്ടുണ്ടല്ലേ? അപകടങ്ങളൊക്കെ ധാരാളമാണ്. അപകടം ഇതിൻ്റെ അകത്തുള്ളതാണ്. പിന്നെ കഴിവതും നമ്മൾ ചുവന്ന് തുടങ്ങി നാളികേരം. ഇത് ചതച്ച് വെച്ചേക്കുന്നതാണോ? തേങ്ങ എടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നു. മൂക്കാനപ്പോൾ എളുപ്പം ഉണ്ടാവും. എളുപ്പമുണ്ട്. അതിൻ്റെ മൂക്കാൻ എളുപ്പം എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിൻ്റെ മൂപ്പിന് കൺസിസ്റ്റൻസി വരും. അതായത് നാളികേരം അല്ലെങ്കിൽ നാളികേരം ചില ഭാഗത്ത് കണ്ടുവാനും കരിഞ്ഞിരിക്കും, ചില ഭാഗത്ത് മൂക്കാതെ വരും ചിലത്. തിരുമേനി, നമ്മുടെ വേവ് ആയെന്ന് തോന്നുന്നല്ലേ? വിസിലൊക്കെ വന്നു നമുക്ക്. അപ്പൊ ഇനി തണുക്കുകയും ചെയ്തു ഓപ്പൺ ആക്കാം. നമ്മുടെ ചേനയും മത്തങ്ങയൊക്കെ നല്ല ഉടങ്ങിയിട്ടുണ്ട് അല്ലേ? നല്ല ഉടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക്, അതിപ്പോഴും തിളച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് അതിലേക്ക് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്, ചേർക്കണം. ഇത് പച്ചത്തേങ്ങ ജീരകം ചേർത്ത് അരച്ചാണ്. പതുക്കെ നമ്മുടെ നാളികേരം ചേർത്ത് പതുക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അത്രയും മതി, കണ്ടാണ് തിളയ്ക്കണ്ട. നമ്മൾ ഈ കുരുമുളക് പൊടി ശകലം മൂപ്പിച്ച് ചേർക്കും. ഇതിന് ഒരു എന്താ അതൊരു ക്രിസ്പി ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്.
ഉണ്ടാകും. കുരുമുളക് പൊടി പതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുത്തിടും. പതഞ്ഞാൽ മതി. മുകളിലേക്ക് പൊടിക്കിടുക. അങ്ങനെ നമ്മുടെ വറ്റൽമുളക് ഇട്ടേക്ക്. നമ്മളെ കഴിഞ്ഞ 2 വിഭവത്തിനും വറ്റൽമുളക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം എരിശ്ശേരിക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇടുന്നുണ്ട്, കടുക് ഇട്ടു, എല്ലാം ഇട്ടു. കുക്കർ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന്, കാരണം കുക്കറിൽ വേകുന്ന സമയം കൊണ്ടൊക്കെ നാളെ മറക്കാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഒഴിക്കുക അല്ലേ? അപ്പൊ തേങ്ങ അരക്കൊന്നും വേണ്ട. കഴിഞ്ഞ തേങ്ങ നമ്മൾ ആദ്യം അരച്ച് ചേർത്തല്ലോ. ഇപ്പൊ എന്തായാലും കഴിയുമ്പോൾ സദ്യ വയ്ക്കാൻ പഠിച്ചില്ലേ? ഇപ്പൊ മിനിമം 10 ഐറ്റം എന്തായാലും സുഖമായിട്ട് ഉണ്ടാക്കാമല്ലോ. 10 ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ 10 വിഭവങ്ങൾ പഠിച്ചിരിക്കും. അപ്പൊ ആര് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, ഞാൻ പഴയടത്തിന്റെ ശിഷ്യയാണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറ്. ആ സ്മെല്ലും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല തേങ്ങ നല്ല മൂത്തതിന്റെ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കുഴമ്പ് പരുവത്തില് കഴിക്കണം. ഇന്നത്തെ വിഭവം കഴിഞ്ഞു. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. സൂപ്പർ, അടിപൊളി. എനിക്ക് ഈ എരിശ്ശേരിയൊക്കെ ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെ പപ്പടം ഇട്ട് നമ്മൾ പരിപ്പ് കൂട്ടി കഴിക്കില്ലേ, അതുപോലെ കഴിക്കാനിട്ട് നല്ല രുചിയുണ്ട് കേട്ടോ. അതെ, ഓണത്തിന് നമുക്ക് പരിപ്പിന്റെ കൂടെയും കഴിക്കണം, എരിശ്ശേരിയുടെ കൂടെയും കഴിക്കണം, എല്ലാം വേണം. ഇനിയും ഇതുപോലുള്ള വൈവിധ്യമാർന്ന വെറൈറ്റി ആയിട്ടുള്ള പഴയടത്തിൻ്റെതായ കയ്യൊപ്പുള്ള ഒരുപാട് വിഭവങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നാളെ കാണാം അല്ലേ? തീർച്ചയായിട്ടും.